നമസ്കാരം. വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന പഴയൊരു ഇടതുപക്ഷ മുദ്രാവാക്യത്തെ കളിയാക്കിക്കൊണ്ടും തൻ്റെ രാഷ്ട്രീയ ദിശ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയമായ ഇച്ഛ എങ്ങനെയാണ് നിഴലിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടും മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി മതമാണ് 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 പ്രശ്നം എന്ന് പ്രസംഗിക്കുകയുണ്ടായി. തുടർന്ന് പല സന്ദർഭത്തിലും ഈ ഒരു സമൂഹത്തിനകത്ത് മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണോ, പ്രത്യേകിച്ച് മതത്തിലൂന്നി മതവികാരമിളക്കി മതത്തിന്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കി മതത്തിന്റെ പോളറൈസേഷന്റെ ഭാഗമായി തന്നെ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കാം എന്ന് വിചാരിക്കുന്ന സവർണ ഹൈന്ദവതയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അരങ്ങുവാഴുന്ന ഒരു കാലത്ത് ഇവിടുത്തെ ന്യൂനപക്ഷ ശക്തികളിൽ ഒരാളായി നിന്നുകൊണ്ട് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അപകടകരമായ ഒരു മുദ്രാവാക്യമാണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോലും KM ഷാജി തന്റെ മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. സെക്കുലറായ ഭാഗത്ത് നിന്ന് ജനാധിപത്യവാദികളായ പല മനുഷ്യരും ഷാജിയുടെ ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കേരളം പോലുള്ള ഒരു കൂടുതൽ അഭിരമ്യമായി ജനങ്ങൾ അധിവസിക്കുന്ന ഒരിടത്ത് നിന്നുകൊണ്ട് ഒരു സെക്കുലർ ഫാബ്രിക്കിനകത്ത് നിരവധിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുള്ള മുസ്ലിം ലീഗ് പോലെ ഒരു സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തീവ്ര മതപക്ഷ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉന്നയിക്കുന്നത് അത്ര നല്ലതല്ല എന്ന അഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുമുണ്ട്. ഈ സന്ദർഭത്തിലാണ് പ്രമുഖ ദളിത് ചിന്തകനായ സണ്ണി കപ്പിക്കാട് മതം തന്നെയാണ് പ്രശ്നമെന്നും എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെങ്കിൽ കുറച്ച് കപ്പ പുഴുങ്ങിക്കൊടുത്താൽ പോരെ എന്നുമുള്ള ഒരു കമന്റ് പറയുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ദളിത് വിഭാഗത്തിന്റെ ഒരു ഇന്റലക്ച്വൽ റെപ്രസെന്റേഷൻ എന്ന നിലയിൽ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ചിന്തകനാണ് സണ്ണി കപ്പിക്കാട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം UDF ക്യാമ്പിലെത്തിയതായും അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരികയും അത് അദ്ദേഹം തന്നെ ആ സാധ്യതയെ തള്ളിക്കളയാതെ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് UDF ക്യാമ്പിലെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായ KM ഷാജിയുടെ ഈ മുദ്രാവാക്യത്തെ മറ്റു പലരും പിന്തുണയ്ക്കാൻ അറച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഇന്റലക്ച്വൽ എന്ന നിലയിൽ അതിനെ ഹോൾഡ് ചെയ്യുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ മറ്റൊരു തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്താണ് മതമല്ല പ്രശ്നം എന്ന മുദ്രാവാക്യത്തിൽ നിൽക്കുന്നത്? ഇന്ത്യ മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും കട്ടന് പുറകിൽ കൊണ്ടുപോവുകയും ഇവിടുത്തെ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ വികസനമോ ഈ നാട്ടിലെ വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങളോ പ്രാദേശികമായ ഈ ഉച്ചനീചത്വങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളോ ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ രാഷ്ട്രത്തിന് ഉണ്ടായിത്തീരേണ്ടുന്ന ഒരു ഒരുമയുടെ പ്രശ്നങ്ങളോ ഇതൊക്കെ അടിയിൽ പോവുകയും മതമാണ് പ്രശ്നം എന്ന് പറയുകയും മതത്തിന്റെ പേരിൽ ജനതയെ വിഭജിക്കാമെന്ന് കാണുകയും മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്ര നിർമ്മിതി സാധ്യമാണോ എന്ന 100-120 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ സവർണ ഫാസിസ്റ്റുകളുടെ ഒരു യുക്തിയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന കാലത്ത് മതമല്ല പ്രശ്നം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതായത് മതത്തിന്റെ പേരിലല്ല ഒരു രാഷ്ട്രത്തെ വീക്ഷിക്കേണ്ടതെന്നും അവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ രാഷ്ട്രീയ മണ്ഡലമായി മുന്നോട്ട് കൊണ്ടുവരണമെന്നുമാണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. അത് യഥാർത്ഥത്തിൽ RSS അടക്കമുള്ള ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിനും പുറത്ത് അതിനെ ആക്രമിച്ചുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രധാനമായി പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖല ഉയർന്നു വരണം എന്ന വാദമാണ് ആ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ മറുവശത്ത് നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക രാഷ്ട്രീയം BJP ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, ഒരു കൾച്ചറൽ പോളിറ്റിക്സ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ
അതുവഴി ഇവിടുത്തെ ഭൂരിപക്ഷ മതത്തിന്റെ സുപ്രീമസി കൂടി ഉയർത്തിക്കൊണ്ടുവരാം. അതിന്റെ പേരിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഇവിടെ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ നൽകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന, അതിന്റെ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ജനതയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ KM ഷാജി പറയുകയാണ് മതമാണ് പ്രശ്നമെന്ന്. ഇത് ദീർഘകാലമായി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വളരെ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ പോലും മതത്തിന്റെ രാഷ്ട്രീയത്തെ പറയുകയും മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്ര നിർമ്മിതി സാധ്യമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിൽ വരുന്ന ഒരു മേൽക്കൈയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ KM ഷാജി പറഞ്ഞതിനെ കാണാൻ. അതാണ് ഈ മതമാണ് പ്രശ്നം എന്ന് പറയുന്നിടത്ത് KM ഷാജി ഉയർത്തിപ്പിടിക്കാൻ നോക്കുന്നത്. ഒരർത്ഥത്തിൽ ഫാസിസ്റ്റ് ശക്തികൾക്ക് എണ്ണ പകരുന്ന, അവര് ഈ നാട്ടിൽ കൂട്ടുന്ന തീക്ക് എണ്ണ പകരുന്ന ഒരു മുദ്രാവാക്യമായിട്ടാണ് അത് വന്നത്. അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സണ്ണി കപ്പിക്കാട് മുന്നോട്ട് വരുമ്പോൾ, സണ്ണി കപ്പിക്കാട് പറയുന്നത് ദീർഘകാലമായി സണ്ണി കപ്പിക്കാട് പറയുന്ന ജാതിയെ സംബന്ധിക്കുന്നതൊക്കെ ചില വിഷയങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സണ്ണി ഇത് എന്താണ് എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെങ്കിൽ കപ്പ പുഴുങ്ങി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. കാരണം സണ്ണി പറയുന്നുണ്ട് നമ്മൾ ജാതി പറയാതിരുന്നാൽ ജാതി അവസാനിക്കുന്നില്ല, ജാതി പറയണം, ജാതി പ്രശ്നം തന്നെയാണ്. ജാതിയെ പ്രശ്നവത്താക്കുന്നത് ഒരു ദളിത് ചിന്തകനോ ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകളോ ജാതിയെ പ്രശ്നവത്താക്കുന്നത് എന്തിനാണ്? ജാതിയെ പ്രശ്നവത്താക്കുന്നത് ജാതി പറയാതെ, അല്ലെങ്കിൽ ദീർഘകാലമായി ഇവിടെ നിൽക്കുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ നമ്മൾ വ്യവച്ഛേദിച്ച് നോക്കാതെ ജാതിയെ സൈലന്റ് ആക്കി മറ്റൊരു രാഷ്ട്രീയ മുഖം തുറക്കുന്നതിനെതിരെയായിട്ടാണ് ഇവിടുത്തെ ദളിത് സ്വത്വ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട്. അത് ശരിയുമാണ്. ഈ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾക്കകത്ത് കിടക്കുന്ന ജാതിയും മതവും അടക്കമുള്ള പ്രശ്നങ്ങളെ പ്രശ്നവത്താക്കാതെ, അത് പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ദളിത് ചിന്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും ഈ ഏറെക്കാലമായി, അല്ലെങ്കിൽ ദളിത് സ്വത്വ പ്രസ്ഥാനങ്ങളും ദീർഘകാലമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ് ദളിത് സ്വത്വത്തിൽ നിന്നുകൊണ്ട് ഒരു ദളിത് സ്വത്വ പ്രസ്ഥാനം ഉന്നയിക്കുന്ന കാര്യം? ദളിത് സ്വത്വ പ്രസ്ഥാനം ഉന്നയിക്കുന്നത് ദളിത് ജീവിത രീതിയാകട്ടെ, ദളിത് സാമൂഹിക അവസ്ഥയാവട്ടെ, അതൊന്നും തന്നെ അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടിയല്ല, അത് സ്ഥിരമായിരിക്കുന്നതിന് വേണ്ടിയല്ല, അതൊരു ചരമായിരിക്കുന്നതിനാണ്, ഒരു ഗതിയായിരിക്കുന്നതിന് വേണ്ടിയാണ്, അത് മാറുന്നതിനാണ്. അതായത് ആ സ്വത്വത്തെ ഉറപ്പിക്കുന്നതിനല്ല, ആ സ്വത്വത്തെ അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്, അതിനെ ചലിപ്പിക്കുന്നതിനാണ്, അത് പുരോഗതി പ്രാപിക്കുന്നതിനാണ്, അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സർവ്വവിധമായ ആധിപത്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ദുരന്തങ്ങളുടെയും അനുഭവങ്ങളെ മാറ്റുന്നത്. അതുകൊണ്ട് ദളിത് സ്വത്വ പ്രസ്ഥാനങ്ങൾ ഒരു സ്ഥിര സ്വത്വത്തിന്റെ അതിന്മേൽ ഉറച്ചു നിന്ന് അത് യാതൊരു മാറ്റവും കൂടാതെ ഈ സാമൂഹിക അവസ്ഥയും ഈ ജീവിത രീതിയും ഈ സന്ദർഭങ്ങളും ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് വാദിക്കുന്ന ആളുകളല്ല. അതാണ് ദളിത് സ്വത്വ പ്രസ്ഥാനവും ഈ മതസ്വത്വ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ മതമൗലിക പ്രസ്ഥാനങ്ങൾ മതസ്വത്വവാദം ഉന്നയിക്കുമ്പോൾ മതത്തിന്റെ പേരിലുള്ള സ്വത്വ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ആ മതത്തിലേക്കും അതിന്റെ വിശ്വാസ പ്രമാണങ്ങളിലേക്കും അതുണ്ടാക്കുന്ന ജീവിത സന്ദർഭങ്ങളിലേക്കും, ഇപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അടക്കമുള്ള പലതരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്കും മറ്റാരും കൈകടത്തരുത് എന്ന് പറയാനാണ്. ആ സ്വത്വത്തെ അവരുടെ വേഷം കൊണ്ടും അവരുടെ ആചാരരീതികൾ കൊണ്ടും അവരുടെ അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും അവരുണ്ടാക്കിയിരിക്കുന്ന രീതിയെ ചലിപ്പിക്കാൻ മറ്റൊരു ശക്തികളും ഇടപെടരുത് എന്ന് പറയുന്ന സ്വത്വവാദമാണ്. ഈ സ്വത്വവാദം ദളിതുകൾ പറയുന്നത് പോലത്തെ സ്വത്വവാദമല്ല. അതാണ് മതപ്രസ്ഥാനങ്ങളും ഈ ദളിത് പ്രസ്ഥാനങ്ങളും സ്വത്വ പ്രസ്ഥാനങ്ങളാണെന്ന് പൊതുവെ പറയുമ്പോഴും അത് ഒന്നല്ല എന്ന് നമ്മൾ പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള അല്ലെങ്കിൽ RSS അടക്കമുള്ള ഇവിടുത്തെ മൗലികവാദം ഉന്നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ അതിനോടനുബന്ധിച്ചു കൊണ്ടുവരുന്ന സ്വത്വവാദം എന്ന് പറയുന്നത് ഒരു സ്ഥിരവാദമാണ്. അത് ഒരു ചരമല്ല, ഒരു ഗതിയല്ല, ഒരു മുന്നോട്ട് പോക്കലല്ല. അത് അവരുടെ പലവിധത്തിലുള്ള ഉറച്ചുപോയ നിലകളെ അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംരക്ഷണവാദമായിട്ടാണ് നിൽക്കുന്നത്. ഇത് തികച്ചും രണ്ടാണ്. നമ്മൾ മൊത്തത്തിൽ ഇതൊക്കെ ഇപ്പോൾ 80-കൾക്ക് ശേഷം വരുന്ന സ്വത്വവാദത്തിന്റെ ഒരൊറ്റ കള്ളിയിലാണ് ഇത് പെടുത്തുന്നെങ്കിലും ആ സ്വത്വവാദ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായി രണ്ടാണ്.
അതിൻ്റെ ഐഡന്റിറ്റിയെ ഒന്ന് മാറാനുള്ള ആയിട്ടും മാറിക്കൊണ്ടിരിക്കുന്നതായി സ്വയം സമ്മതിച്ചുകൊണ്ടും മാറാൻ സന്നദ്ധത പ്രഖ്യാപിച്ചുകൊണ്ടും നിൽക്കുന്ന ഒന്നാണെങ്കിൽ മറ്റൊന്ന് മാറാത്തതാണെന്ന് വിശ്വസിച്ചുകൊണ്ടും അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും അത് മാറാൻ വിസമ്മതിച്ചുകൊണ്ടും നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ മാറാൻ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുന്ന മതമൗലിക മുദ്രാവാക്യത്തിന്റെ ഭാഗമായി നിന്നാണ് മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. ആ മതത്തിന്റെ പേരിൽ, അതിന്റെ സർവ്വ യാഥാസ്ഥിതികതകളുടെയും പേരിൽ, അതിന്റെ വിശ്വാസ പ്രമാണങ്ങളും അതിന്റെ മൂലഗ്രന്ഥങ്ങൾ പറയുന്ന ശിക്ഷണ രീതികളുടെയും രീതിയിൽ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മുദ്രാവാക്യമാണ്. അതിനെയാണ് ഇപ്പോൾ മറ്റൊരു വിധത്തിൽ സണ്ണി കപ്പിക്കാട് ന്യായീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നാവ് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അയാള് UDF പിന്നെ കൂടാരത്തിൽ ചെല്ലുകയോ അവിടെ സ്ഥാനാർത്ഥിയാവുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനെ വളരെ വിശാലമായ ആളുകൾ പിന്തുണയ്ക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ജാനു നേരത്തെ BJP മുന്നണിയിൽ നിന്നൊരാളാണ്, ഇപ്പോൾ അത് UDF മുന്നണിയിലേക്ക് വന്നിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ നിങ്ങൾക്ക് മുന്നണി മാറി കളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ദീർഘകാലമായി നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന, എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ ബൗദ്ധിക ശേഷിയെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന, എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ സംഘടിത ശേഷിയെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്, അംബേദ്കർ മുതൽ എങ്ങനെയാണോ ദളിത് മുന്നേറ്റങ്ങളെയും അതിൻ്റെ സ്വത്വ രീതികളെയും അപഗ്രഥിച്ചിരുന്നത്, അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഒരു രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന തരത്തിൽ നിൽക്കുന്ന അതിൻ്റെ കൗണ്ടറുകൾക്കും അനുകൂലമായ ഒരു നിലപാട് നിങ്ങൾ എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നാവ് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് സണ്ണി തന്നെ ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബൗദ്ധിക പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത്യന്തം അപകടകരമായ ഒരു പ്രക്രിയയാണ്. ഇതെല്ലാം ഒരു സ്വത്വവാദ പ്രശ്നമാണെന്നും വർഗ സിദ്ധാന്തത്തിനും സ്വത്വ സിദ്ധാന്തത്തിനും ഇടയിലുള്ള ഒരു പ്രശ്നമാണെന്നും ഇതിനെ ലഘൂകരിച്ച് കാണരുത്. ഇത് രണ്ടു തരം സ്വത്വങ്ങളാണ്. ഒരു മതമൗലികവാദി ഉന്നയിക്കുന്ന സ്വത്വമല്ല ഒരു ദളിത് ആക്ടിവിസ്റ്റ് ഉന്നയിക്കുന്ന സ്വത്വമെന്നും, ഒരു ദളിതനായി ലോകാവസാനം വരെ കഴിയുന്നതിന് വേണ്ടിയിട്ടല്ല അയാൾ സംഘടിക്കുന്നതും അയാളുടെ ആശയപ്രചരണങ്ങൾ നടത്തുന്നതും അയാൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും എന്നുള്ളതാണ് വ്യത്യാസം. പക്ഷേ ഒരു മുസ്ലിം മൗലികവാദിയും ഒരു ഹിന്ദു മൗലികവാദിയും ഒരു ക്രിസ്ത്യൻ മൗലികവാദിയും അയാൾ മുസ്ലിം അല്ലാതായിത്തീരുന്നതിനോ ക്രിസ്ത്യാനി അല്ലാതായിത്തീരുന്നതിനോ മനുഷ്യനായി മാറുന്നതിനോ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി അല്ല അവർ സ്വത്വ പ്രസ്ഥാനത്തിലേക്ക് നിൽക്കുന്നത്. ഈ വ്യത്യാസത്തെ കൂട്ടിക്കുഴയ്ക്കുകയും ഇതിന്മേൽ മഷി കലക്കുകയും ഇതെല്ലാം ഒരുപോലെയാണ് എന്ന് വിചാരിക്കുകയും കേവലമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടും മാത്രം ഇവിടെ ഇത്തരം കാര്യങ്ങളെ കൂട്ടിക്കുഴപ്പിക്കുന്ന ഈ രീതിയെ തികച്ചും അപലപനീയമാണ്. ഇത് അവനവന്റെ തന്നെ കൂരയ്ക്ക് തീയിടുന്ന പ്രക്രിയയാണെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.